ഇന്ത്യൻ യുവതിയുടെ കൊലപാതകം വെളിപ്പെടുത്തലുമായി സുഹൃത്തുക്കൾ. അഡ്ലെയ്ഡിൽ ഇന്ത്യൻ വംശജയായ സുപ്രിയ ഠാക്കൂർ 36 കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി സുപ്രിയയുടെ സുഹൃത്തുക്കളും അയൽവാസികളും. സുപ്രിയയും ഭർത്താവും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈയടുത്താണ് ഇവർ വിവാഹമോചന നടപടികൾ ആരംഭിച്ചതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആകണമെന്നതായിരുന്നു സുപ്രിയയുടെ വലിയ ആഗ്രഹം. ഇവർക്ക് ഒരു കൗമാരപ്രായത്തിലുള്ള മകനുണ്ട്. അമ്മയുടെ പെട്ടെന്നുള്ള വിയോഗം കുട്ടിയെ തനിച്ചാക്കിയിരിക്കുകയാണ് ഇവർ പറയുന്നു. സംഭവ ദിവസം സുപ്രിയയുടെ വീട്ടിൽ നിന്നും മറ്റൊച്ചപ്പാടുകളോ കൂടുതൽ ബഹളങ്ങളോ കേട്ടില്ലെന്ന് അയൽവാസികളും പറയുന്നു. എന്നാൽ സംഭവ സമയത്ത് ഇവരുടെ മകൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. അതേസമയം സുപ്രിയ ഠാക്കൂർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് വിക്രാന്ത് ഠാക്കൂർ 42 കോടതിയിൽ ഹാജരായി. തിങ്കളാഴ്ച അഡ്ലെയ്ഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാൾ ജാമ്യത്തിന് അപേക്ഷിച്ചില്ല. ഇതേ തുടർന്ന് കോടതി ഇയാളെ അടുത്ത ഏപ്രിൽ മാസം വരെ റിമാൻഡ് ചെയ്തു. കേസിലെ പ്രധാന തെളിവുകളായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, DNA പരിശോധനാ ഫലങ്ങൾ എന്നിവ ലഭിക്കുന്നതിനായി 16 ആഴ്ചത്തെ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടു. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30 നോർത്ത് ഫീൽഡിലെ വെസ്റ്റ് അവന്യൂവിലുള്ള വസതിയിലാണ് സംഭവം നടന്നത്. ഗാർഹിക പീഡനത്തെക്കുറിച്ചുള്ള സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് പോലീസും പാരാമെഡിക്കൽ സംഘവും എത്തുമ്പോൾ സുപ്രിയ അബോധാവസ്ഥയിലായിരുന്നു. CPR നൽകി ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചു. കേസിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി വിക്രാന്ത് ഠാക്കൂറിനെ അടുത്ത വർഷം ഏപ്രിലിൽ വീണ്ടും കോടതിയിൽ ഹാജരാക്കും.